തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ 19-കാരിയായ ഒരു വിദ്യാർത്ഥിനിയെ 37-കാരനായ ഒരു DMK നേതാവ്, DMKയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ നേതാവ്, അതിൻ്റെ അഡീഷണൽ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എന്നൊക്കെ പറയുന്ന ഒരു നേതാവ് ജ്ഞാനശേഖരൻ അയാൾ പീഡിപ്പിച്ച സംഭവമാണ്. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പ്രത്യേക സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് പുറത്തു വന്നാൽ കൊല്ലുമെന്ന് ഒരു ഭീഷണി വരെ ഉയർത്തിയിരുന്നു. പക്ഷേ പിന്നീട് അത് പുറത്തു വരികയാണുണ്ടായി. ആ വിഷയമാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നത്. DMK ഗവൺമെന്റിനെതിരായിട്ട് വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തു വരുന്നത് ഈ ഒരു സംഭവം അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ഈ സ്ത്രീ പീഡനം അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം പുറത്തു വരുന്നത് BJPയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷൻ അണ്ണാമലൈ ഒരു സ്വയം പീഡനവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അയാളെ വീട്ടിൽ അദ്ദേഹം സ്വന്തം ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് 6 പ്രാവശ്യം ഞാൻ അടിക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും അത് ചെയ്യുകയും 6 എന്ന് പറയുന്ന 8 പ്രാവശ്യം അടിക്കുകയും അപ്പോഴേക്കും സഹപ്രവർത്തകർ വന്ന് പിടിച്ചു മാറ്റുകയും ചെയ്ത സംഭവം നമ്മൾ കണ്ടതാണ്. പച്ച കൈലിയൊക്കെ കൊടുത്തുകൊണ്ട് അണ്ണാമലൈ വന്ന് സ്വന്തം ശരീരത്തിൽ ചാട്ടവാറടിച്ചത് നമ്മൾ കണ്ടതാണ്. അതോടുകൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ, ദേശീയ വാർത്തകളിൽ ഈ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയുടെ പീഡനം പുറത്തു വരുന്നതും അത് വലിയ വാർത്തയായി ഉയർന്നതും തമിഴ്നാട്ടിൽ അത് വലിയൊരു പ്രക്ഷോഭമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നതും മറ്റ് സ്ഥലങ്ങളിൽ അറിയുന്നതും അതോടുകൂടിയാണ്. ഇപ്പോഴിതാ തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ തമിഴ് വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രംഗത്ത് വന്നിരിക്കുന്ന വിജയും ഈ വിഷയമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം ഈ പറയും പോലെ ചാട്ടവാറടിച്ച് സ്വന്തം ശരീരത്തെ മുറിക്കാനൊന്നും തയ്യാറല്ല. അത് സിനിമയിൽ മാത്രം ചെയ്യാനുള്ളതാണ്, ജീവിതത്തിൽ ചെയ്യാനുള്ളതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും ഒരു വിലയിരുത്തലും തോന്നുന്നു, നിലപാടും അതാണ് തോന്നുന്നു. അദ്ദേഹം അത്തരത്തിലുള്ള ശരീരം നോവുന്ന തരത്തിലുള്ള സമര പരിപാടികൾക്കോ ഒന്നും അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. പക്ഷേ വളരെ എളുപ്പമുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്തു. ഇതിനെതിരായിട്ട് ഒരു കത്തെഴുതി തമിഴിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിൽ ഒരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം ഈ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ സ്ത്രീ പീഡനത്തിനെതിരായിട്ട് വളരെ ശക്തമായി പ്രതികരിച്ചു എന്നാണ്. എന്തായാലും തമിഴ്നാട്ടിലെ ഇളയ ദളപതി എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ കൂട്ടാൻ കഴിയുമെന്നൊക്കെ പറയുന്ന ഒരു അടുത്ത മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ അണികൾ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിടക്കുന്ന നമ്മുടെ വിജയുടെ കത്ത് ഇങ്ങനെയാണ്. ഈ ഒരു പീഡനത്തിനെതിരായിട്ട് ഒരു കത്തെഴുതി, അല്ലാതെ അദ്ദേഹം പ്രതിഷേധിക്കാനോ സമരം ചെയ്യാനോ നിയമപരമായിട്ട് അതിൻ്റെ ഇടാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. അവിടെയാണ് നമ്മൾ വിജയ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു മെയ്വഴക്കം ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ കത്തിലെ ചില വാക്കുകൾ ഞാൻ വായിക്കാം. നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഞങ്ങൾ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്? പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട്, സഹോദരിമാരെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ്. നമ്മളെ ഭരിക്കുന്നവരോട് എത്ര ചോദിച്ചാലും അർത്ഥമില്ലെന്നാണ് അറിയുന്നത്. അതിനാൽ ഈ കത്ത്, വിജയ് തൻ്റെ കത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും എല്ലാ സ്ത്രീകളും ആൾക്കൂട്ട അതിക്രമങ്ങൾക്കും അനാശാസ്യത്തിനും ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും വിധേയരാകുന്നുവെന്നും അവരുടെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ വിഷാദത്തിനും വിശദീകരിക്കാനാകാത്ത വേദനയ്ക്കും വിധേയനാണെന്നും പറഞ്ഞാണ് അദ്ദേഹം കത്ത് ആരംഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സ്ത്രീകൾ നേരിടുന്ന എല്ലാ ദുരിതങ്ങളും ഏത് സാഹചര്യം വന്നാലും സഹോദരനായി അവർക്കൊപ്പം നിൽക്കുമെന്നും അവരെ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നു. ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സുരക്ഷിതമായ തമിഴ്നാട് സൃഷ്ടിക്കും. ഞങ്ങൾ ഒരുമിച്ച് അത് ഉടൻ നടപ്പാക്കും, അദ്ദേഹം എഴുതി. ഇതാണ് അദ്ദേഹത്തിൻ്റെ കത്തിലെ ഉള്ളടക്കം. അതായത് ഒരു വിമർശനവും DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ DMKയുടെ തന്നെ വിദ്യാർത്ഥി യൂണിയൻ നേതാവ് ഈ പീഡനം നടത്തിയെന്ന് പുറത്തു വരികയും അതവിടെ വലിയ പ്രതിഷേധങ്ങൾ വരുമ്പോഴും വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന് ആ DMK എന്ന പാർട്ടിയെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അത് DMKയുടെ നേതാവ് ജ്ഞാനശേഖരനാണ് ഇത് ചെയ്തതെന്ന് കൃത്യമായും വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ ജ്ഞാനശേഖരനെതിരായിട്ടൊന്നും പറയുന്നില്ല.
പെൺകുട്ടികളെ, നമ്മൾ എന്ത് ചെയ്യാൻ, നിങ്ങളോടൊപ്പം ഞാനുണ്ട്, ഇവിടെ ചോദിക്കാൻ ഇനി ഞങ്ങൾ വരും, ഞങ്ങളിതാ നല്ലൊരു ലോകം ഉണ്ടാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു കത്താണ് എഴുതിയിരിക്കുന്നത്. ഈ കത്ത് തന്നെയാണ് വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന് തമിഴ്നാട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.